ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിന്ന ശവസംസ്കാര ചടങ്ങിൽ 41 മുതൽ 43 മില്യൺ, അതായത് 4.1 കോടി മുതൽ 4.3 കോടി വരെ ജനങ്ങൾ പങ്കെടുത്തതായാണ് ഇറാൻ പുറത്തുവിടുന്ന വിവരം. ഇറാനിലെയും ഇറാഖിലെയും വിവിധ നഗരങ്ങളിലൂടെ കടന്നുപോയ ഈ വിലാപയാത്ര അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുള്ള ഇറാന്റെ പതറാത്ത ജനകീയ അടിത്തറയുടെ തെളിവായി മാറി. സ്വർണ്ണ താഴികക്കുടവും പ്രൗഢമായ മിനാരകളുമായുള്ള ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായ ഇമാം റസ സമുച്ചയത്തിലേക്ക് ഖമേനിയും അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട 4 കുടുംബങ്ങളുടെയും ശവപ്പെട്ടികൾ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ എത്തിയപ്പോൾ ജനലക്ഷങ്ങളുടെ വിലാപവും രോക്ഷവും മിഡിൽ ഈസ്റ്റിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവി ഖമേനിയുടെ ഈ വിലാപയാത്രയെ ലോകം ഇതുവരെ സാക്ഷ്യം വഹിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള വിലാപയാത്ര എന്നാണ് വിശേഷിപ്പിച്ചത്. നേതാവിന്റെ മകനും പിൻഗാമിയായ മുജ്തബ സുരക്ഷാ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നത് ജനങ്ങളിൽ താൽക്കാലിക ആശങ്കയുണ്ടാക്കിയെങ്കിലും വിപ്ലവത്തിന്റെ കനലുകൾ കെടാതെ സൂക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇറാനിയൻ ജനത. ജൂലൈ 4 ശനിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല മതസമുച്ചയത്തിൽ ഖമേനിയുടെ ശവപ്പെട്ടി പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷികളായ പാലസ്തീനിലെ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നിവരുടെ ഉയർന്ന പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്ത് തങ്ങളുടെ ഐക്യദാർഢ്യം ലോകത്തെ അറിയിച്ചു. ജൂലൈ 6 തിങ്കളാഴ്ച തലസ്ഥാന നഗരിയിലെ വിഖ്യാതമായ ആസാദി സ്ക്വയറിലേക്ക് നടത്തിയ 10 കിലോമീറ്റർ നീണ്ട ഘോഷയാത്രയിൽ മാത്രം 12 ദശലക്ഷത്തിലധികം ജനങ്ങളാണ് ഒത്തുചേർന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഈ ജനസാഗരം കറുത്ത വസ്ത്രം ധരിച്ച് ഇറാനിയൻ പതാകകളും പരേതനായ നേതാവിന്റെ ചിത്രങ്ങളും കൈകളിലേന്തിയാണ് തെരുവിലിറങ്ങിയത്. കൊലപാതകത്തിന് നേരിട്ട് ഉത്തരവാദിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത ജനരോക്ഷമാണ് തെരുവിൽ അലയടിച്ചത്. ട്രംപിനെ വധിക്കുക, പരമോന്നത നേതാവിന്റെ പവിത്രമായ ചോരയ്ക്ക് പകരമായി ട്രംപിന്റെ രക്തം ഞങ്ങൾ ചിന്തിക്കും എന്നെഴുതിയ ചുവന്ന വിപ്ലവ പ്ലക്കാർഡുകളും വായുവിൽ ഉയർന്നു താഴ്ന്നു. തുടർന്ന് വിശുദ്ധ നഗരമായ ഖോമിലും അതിർത്തി കടന്ന് ഇറാഖിലെ പുണ്യ നഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിലും ശവപ്പെട്ടി എത്തിച്ചപ്പോൾ പാശ്ചാത്യ അധിനിവേശ ശക്തികൾക്കെതിരെ ഇസ്ലാമിക ലോകത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യമാണ് ദൃശ്യമായത്. കഴിഞ്ഞ ജൂൺ 17 മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി 60 ദിവസത്തെ വെടിനിർത്തലും ഉപരോധങ്ങൾ നീക്കലും ഉൾപ്പെടെയുള്ള 14 ഇനങ്ങളടങ്ങിയ ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും സമാധാന കരാറുകൾ ലംഘിക്കാൻ അമേരിക്കൻ ഭരണകൂടം മടിച്ചില്ല. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് തങ്ങൾ മാത്രമാണ് ഉത്തരവാദികളെന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ഇറാനിയൻ തീരങ്ങളിൽ കടുത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമാധികാരത്തെയും ഭരണ നേതാക്കളെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ഇറാൻ ഭരണകൂടത്തെ മാലിന്യങ്ങളെന്നും മാനസിക രോഗികളെന്നും വിളിച്ച് ട്രംപ് തന്റെ നയതന്ത്ര പാപ്പരത്വം പരസ്യമാക്കി. ഇതിന് തക്കമായ മറുപടി നൽകിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയുടെ ഇത്തരം അശ്ലീലമായ അധിക്ഷേപങ്ങൾക്ക് വാക്കുകൾ കൊണ്ടല്ല മറിച്ച് യുദ്ധക്കളത്തിലെ ധീരമായ പ്രവർത്തികൾ കൊണ്ടായിരിക്കും ഇറാൻ മറുപടി നൽകുകയെന്ന് എക്സിലൂടെ വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.